നമസ്കാരം. ഒരിടത്ത് സക്കറിയ. ഒരിടത്ത് ഒരു വീടിന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന പുൽത്തകിടിയുടെ കോണിലെ മീൻകുളത്തിൽ കുറേ തവളകൾ വസിച്ചിരുന്നു. വളരെ പരിമിതമായിരുന്നു അവയുടെ എണ്ണം. കാരണം പുതുമഴക്കാലത്ത് രാത്രി നീളെ കുളത്തിലെ കലങ്ങിയ വെള്ളത്തിൽ അമ്മമാർ കരഞ്ഞുകൊണ്ട് നിക്ഷേപിച്ച മുട്ടകളുടെ കറുത്ത മാലകൾ ഭൂരിഭാഗവും കുളത്തിലെ കൊഴുത്തു തടിച്ച മീനുകൾക്കും വീട്ടിലെ കുട്ടികളുടെ നീണ്ട കമ്പുകളേന്തിയ ജിജ്ഞാസയ്ക്കും ഇരയായി തീർന്നിരുന്നു. എങ്ങനെയും രക്ഷപ്പെട്ട് രൂപാന്തരത്തിന്റെ മേഖലകളിൽ കയറി പറ്റിയവയിൽ നിന്നും വീണ്ടും വളരെ എണ്ണം ചോർന്നു പോയിരുന്നു. അന്യരുടെ വിശപ്പിനും ജിജ്ഞാസയ്ക്കും ഇരയായി തന്നെ. കുളത്തിലെ മീനുകളും പരമ്പരയായി വീട്ടിലെ അടുക്കളയിലേക്ക് അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നുവെങ്കിലും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും വീട്ടിലെ മനുഷ്യർ സ്വീകരിച്ചിരുന്നു. മീനുകളുടെ എണ്ണം വർദ്ധിക്കുന്തോളം തവളകളുടെ ആശങ്കകളും വർദ്ധിച്ചു വന്നിരുന്നു. ഈ ആശങ്കകൾ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു. വീട്ടിലെ കുട്ടികളിൽ നിന്നുള്ള ഭീഷണി സാവധാനം ചുരുങ്ങി. അവർ രൂപാന്തരങ്ങൾ വന്ന് സ്കൂളുകളിലേക്കും ദൂരെ കളികളിലേക്കും പോയി. എങ്കിലും വർഗത്തിനു നേരെയുള്ള ഭീഷണി തന്നെയായിരുന്നു. മത്സ്യങ്ങളും പുതുതായി വന്നു ചേർന്ന ഒരാമയും. ഒരു ദിവസം വീട്ടിലേക്ക് അവിടുത്തെ പെൺമക്കൾ ഒരു പൂച്ചയെ കൊണ്ടുവന്നു. രാത്രിയിൽ അവളുടെ നിശബ്ദ പാദങ്ങൾ പുൽത്തകിടിയിലെ തവളകളുടെ നിശ്ചല രൂപങ്ങൾക്കിടയിലൂടെ നീങ്ങിയപ്പോൾ അവർ വ്യക്തമല്ലാത്ത ഒരു അപകട സൂചനയിൽ മരവിച്ചു. കുളത്തിന്റെ കരയിലിരുന്ന് അവൾ വല്ലപ്പോഴും ഓരോ മീനിനെ തന്റെ വിദ്യുല്ലത പോലെ നീളുന്ന കൈയുടെ കൂർത്ത നഖങ്ങളിൽ കോർത്തെടുത്തിരുന്നു. കുളവക്കുകളിൽ ഒളിച്ചിരുന്ന് തവളകളുടെ ഉരുണ്ട കണ്ണുകൾ നഖങ്ങളുടെ വെളുത്ത ക്രൂരതയും കൈയുടെ ശക്തമായ വേഗവും നോക്കിക്കൊണ്ടിരുന്നു. ഒരു തവളയുടെ നേർക്കുപോലും അവൾ തന്റെ വെളുത്ത രോമങ്ങൾ നിറഞ്ഞ കൈ നീട്ടിയില്ല. തവളകളെ അവൾ പുൽത്തകിടിയിലെ പാറക്കഷ്ണങ്ങളെ പോലെയോ പായൽ പാണ്ടുകളെ പോലെയോ അവഗണിച്ചു. രാത്രിയിൽ തവളകൾ കുളത്തിലും പ്രത്യേകിച്ച് കുളത്തിനു പുറത്തും ഇര തേടി. സന്ധ്യ പുറത്തെത്തിക്കുന്ന മങ്ങിയ കൊച്ചു ജീവികൾക്ക് വേണ്ടി അവർ പുൽത്തകിടിയിൽ അങ്ങിങ്ങു കാത്തിരുന്നു. അവരുടെ നീണ്ട നാവുകൾ ചാട്ടകൾ പോലെ വായുവിൽ പാറി പിടയ്ക്കുന്ന നിറം മങ്ങിയ ശരീരങ്ങളെ ഒപ്പിയെടുത്തു. വീട്ടിലെ പൂച്ച ചില നാളുകൾ രാത്രിയിൽ കുളക്കരയിൽ മീൻ പിടിച്ചില്ല. അവൾ അകലെയും അടുത്തുമായി മുഴങ്ങിയിരുന്ന ചില വിളികളെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരുന്നു. അപ്പുറത്തെ ധൃതി പൂണ്ട കരച്ചിലുകൾക്ക് മറുപടിയായി അവളുടെ മന്ദമായ വിളികൾ ഇരുട്ടിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൾ എങ്ങോ പോയിരുന്നു. കുറെ കഴിഞ്ഞ് അവളുടെ വയർ ഗർഭം കൊണ്ട് വലുതായി. അവളുടെ സഞ്ചാരത്തിൽ ഒരവധാനത പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ തൂങ്ങുന്ന വയറുമായി അവൾ തവളകളുടെ സംശയമാണ്ട ദൃഷ്ടികൾക്കിടയിലൂടെ ഇരുളിലൂടെ വന്ന് കുളക്കരയിലിരുന്ന് കൈയും മുഖവും നക്കിത്തുടച്ചിരുന്നു. തവളകൾ ദിവസവും തങ്ങളുടെ ആകെ തുക എണ്ണി നോക്കി. അടുത്ത പുതുമഴക്കാലത്ത് തലമുറ എത്ര കണ്ട് വർദ്ധിച്ചേക്കാമെന്ന പ്രതീക്ഷകളോടെ അവർ കണക്കുകൂട്ടി. തലമുറയിൽ നിന്ന് തലമുറയിലേക്കുള്ള പ്രയാണത്തിന്റെ ഒരു ഏകദേശ ചിത്രം എടുത്താൽ തങ്ങളുടെ സംഖ്യ കുറഞ്ഞു വരികയാണെന്ന് അവർ ഖേദത്തോടെ കണ്ടുപിടിച്ചു. മീനുകൾക്ക് വീട്ടിൽ നിന്നും പൊടിത്തീറ്റകൾ നൽകിയിരുന്നെങ്കിലും പുതുമഴക്കാലത്ത് അവയ്ക്ക് മാലകളായി വെള്ളത്തിലൊഴുകിയ തവളമുട്ടകൾ തന്നെയായിരുന്നു പഥ്യം. അങ്ങനെ രാത്രിയിൽ വീട്ടിലെ അത്താഴം കഴിഞ്ഞ് കുളക്കരയിൽ കാവലിനെത്തിയിരുന്ന പൂച്ചയെ അവളുടെ കൂർത്ത നഖങ്ങളിൽ പിടിച്ചിരുന്ന മീനുകളെ കുറിച്ച് ഓർത്തപ്പോൾ തവളകൾ അല്പം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഭയസംശയങ്ങളോടുകൂടി തന്നെ. ഒരു ദിവസം അവൾ പ്രസവിച്ചു. പഞ്ഞിത്തുണ്ടുകൾ പോലെ ആടി നടക്കുന്ന 3 കുഞ്ഞുങ്ങളെ അവൾ വീടിന്റെ നിലവറയിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട മെത്തമേൽ നക്കി തുടച്ചു. കുഞ്ഞുങ്ങൾ ഉരുണ്ട് സംശയം പൂണ്ട വലിയ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കുകയും ഒരു വലിയ ശബ്ദത്തിൽ കരയുകയും ചെയ്തു. അവരുടെ അമ്മ യഥാസമയങ്ങളിൽ അടുക്കളയിലെത്തി ഒരു കിണ്ണത്തിൽ പാല് കുടിക്കുകയും തിരികെ വന്ന് ശബ്ദകോലാഹലത്തോടെ അവരെ മുലയൂട്ടുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ വളർന്നു. ഒരു ദിവസം അവർ നിലവറയിൽ നിന്നും തല പുറത്തേക്കിട്ടു നോക്കി. പിന്നീട് മെല്ലെ മെല്ലെ അടുക്കളയിലൂടെ അങ്ങുമിങ്ങും ഓടിക്കളിക്കാനും തുടങ്ങി. ഒരു ദിവസം രാവിലെ തവളകൾ കഠിനമായ നടുക്കത്തോടെയാണ് പുൽത്തകിടിയിൽ ഒരു കാഴ്ച കണ്ടത്. ഇലത്തുമ്പുകളിൽ തിളങ്ങിയ മഞ്ഞുതുള്ളികൾക്കിടയിൽ ഒരു തവളയുടെ മരവിച്ച അനാഥമായ മൃതദേഹം. അങ്ങുമിങ്ങും കടിയേറ്റ പാടുകളും നഖക്ഷതങ്ങളുമുണ്ട്. കുളക്കരയിൽ നിന്ന് അവരുടെ ഭീതി പൂണ്ട കണ്ണുകൾ നോക്കിയിരിക്കവേ പുൽത്തകിടി തൂക്കാൻ വന്ന സ്ത്രീ ചുളിഞ്ഞ മുഖത്തോടെ അതിനെ ഒരു കോലിൽ തോണ്ടി ദൂരേക്കെറിഞ്ഞു കളഞ്ഞു.
തവളകൾ അന്നു സന്ധ്യയ്ക്ക് ഒന്നിച്ചുകൂടി. അവരുടെ സംഘത്തെ സംരംഭം ഒരു വല പോലെ പൊതിഞ്ഞു. ദുരന്തത്തിന്റെ ഗൗരവം കുടികൊണ്ട ഒരു നിശബ്ദതയിൽ അവർ സ്വയം എണ്ണി. ഒരംഗത്തിന്റെ കുറവ് കിടിലം കൊള്ളുന്ന ഹൃദയങ്ങളോടെ ഒരു യാഥാർത്ഥ്യമായി അനുഭവിച്ചു. അതിനപ്പുറത്ത് അവർ നിസ്സഹായരായിരുന്നു. അതുകൊണ്ട് അവർ മനസ്സുകളെ ആവുന്നത്ര സ്വസ്ഥമാക്കി നാളത്തെ പുലരി എന്തു നൽകുമെന്നു കാണട്ടെ എന്നുറച്ച് മീൻകുളത്തിന്റെ മിനുത്ത പടവുകളിലോ വക്കിലെ നനഞ്ഞ പുല്ലുകൾക്കിടയിലോ വെള്ളത്തിന്റെ ഇരുണ്ട പരപ്പിലോ ആകാശത്തിൽ നട്ട കണ്ണുകളുമായി നക്ഷത്രങ്ങളുടെ ജോലകളിൽ കുടുങ്ങി മനസ്സിൽ ഒരു പുതിയ ഭീതിയുടെ അന്തർധാരകളുമായി ഏകാന്തങ്ങളായ നിശാശലഭങ്ങളെയോ താണു പറക്കുന്ന മിന്നാമിനുങ്ങുകളെയോ ആരുമേതുമില്ലാത്ത പുഴുക്കളെയോ കാത്തിരുന്നു. അത്താഴം കഴിഞ്ഞ് ഉറങ്ങിയ വീടിന്റെ അന്തരാളത്തിൽ നിന്ന് അവ്യക്തമായ ഒരു മണികിലുക്കം പോലെ പൂച്ചക്കുട്ടികളുടെ കൊഞ്ചിക്കരയലുകളും അമ്മയുടെ സാന്ത്വന ശബ്ദങ്ങളും ഉയർന്നു. ഇടിമുഴക്കങ്ങളെ പോലെ ഭീകരത പൂണ്ട ഈ ശബ്ദങ്ങൾ തവളകളുടെ ഹൃദയങ്ങളെ ഗ്രസിച്ചു. അവർ വിശപ്പിനെയും മറന്ന് മണ്ണിലേക്കു താഴാനെന്ന പോലെ ശരീരങ്ങളെ അമർത്തി ആ ഇരുട്ടിൽ അങ്ങിങ്ങ് മരവിച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വീട്ടിനുള്ളിലെ ശബ്ദങ്ങൾ സാവധാനം പുറത്തേക്ക് നീങ്ങുന്നതും ഇരുട്ടിലൂടെ അദൃശ്യമായി അടുക്കുന്നതും അവർ കേട്ടു. ആരോ സാവധാനം വലിച്ചിഴയ്ക്കുന്ന ഒരു കരിമ്പടത്തെ പോലെ രാത്രി നീങ്ങിപ്പോയി. വെളിച്ചം വീണ്ടും നിഴലുകളുമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിഴലുകളുടെ സഹതാപത്താൽ സ്പർശിക്കപ്പെടാതെ ഇളം വേലിൽ ഒരു തവള കൂടി ചത്തുമരവിച്ച് കിടന്നിരുന്നു. അസഹ്യമായ ആ പകൽ നീങ്ങിപ്പോയപ്പോൾ അവർ കുളപ്പടവുകളിൽ അനാഥ പ്രേതങ്ങളെപ്പോലെ ഒന്നിച്ചുകൂടി വീണ്ടും സ്വയം എണ്ണി തിട്ടപ്പെടുത്തി. രണ്ടംഗങ്ങളുടെ കുറവ് ഒരു പ്രഹരത്തെ പോലെ ഉൾക്കൊണ്ടു. ആ അറിവ് ചുറ്റിത്തിരിയുന്ന ഏതോ ഭീഷണ പ്രകാശത്തെ പോലെ അവരെ ഒരു മാസ്മവരയത്തിൽ ഉറപ്പിച്ചിരുന്നു. അവർ ആ അറിവിലെത്തി വഴിമുട്ടി നിന്നു. നക്ഷത്രങ്ങൾ മൂടപ്പെട്ടിരുന്ന പ്രത്യാശ കൈയൊഴിഞ്ഞ ഒരാകാശത്തിന് ചുവട്ടിൽ കനത്ത ദുഃസംഗങ്ങൾ ഞെരുക്കിയ ഹൃദയങ്ങളുമായി അവർ വെറുതെ രാത്രിയെ മിഴിച്ചു നോക്കിയിരുന്നു. ഇരുട്ട് പ്രഭാതത്തിന്റെ അഴിമുഖത്തേക്ക് അതിവേഗം ഒഴുകി. സാവധാനം തവളകൾ വിശപ്പിന്റെ അതിശൈത്യമായ കൈച്ചൂണ്ടിയ വഴിയെ നീങ്ങാൻ തുടങ്ങി. യന്ത്രങ്ങളെപ്പോലെ അവർ ഇരുട്ടിന്റെ പുഴയിലേക്ക് അങ്ങിങ്ങു സ്ഥാനം പിടിച്ചു. പിറ്റേന്നും ഒരു തവളയുടെ ശരീരം പുൽത്തകിടിയിൽ ഛിന്നഭിന്നമായി കിടന്നു. അന്നു പകൽ നീളെയും സന്ധ്യയ്ക്കും തവളകൾ കുളനടയിൽ ഒരു ഇരുണ്ട സംഘമായി കാണപ്പെട്ടു. സന്ധ്യയ്ക്ക് വീടിന്റെ വെളിച്ചം നിറഞ്ഞ ജാലകങ്ങളിലൂടെ പ്രാർത്ഥനാ സ്വരങ്ങളും പൂച്ചക്കുട്ടികളുടെ കരച്ചിലുകളും പുറപ്പെട്ടു. പൂച്ചക്കുട്ടികൾ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി സന്ധ്യയ്ക്ക് തന്നെ നിലവിളിക്കുകയായിരുന്നു. ആവശ്യം അത്താഴത്തിനു ശേഷമായിരുന്നെങ്കിലും കുളനടകളിലെ ഇരുണ്ട സംഘം തങ്ങളുടെ ഭീകരമായ അവസ്ഥയെ തകരുന്ന ഹൃദയങ്ങളോടെ വിശകലനം ചെയ്തു. പ്രവൃത്തിയാണ് വേണ്ടത്. 3 അംഗങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നാളെയും സൂര്യന്റെ വെളിച്ചം തങ്ങളിൽ ഒന്നിന്റെ മൃതദേഹവുമായല്ല വരിക എന്ന് എന്തുറപ്പ്? തലമുറകളിലൂടെ മാത്രമേ വംശത്തിന് ഇത്രയും അംഗങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നിതാ 3 ദിവസത്തിനുള്ളിൽ 3 നഷ്ടങ്ങൾ. അതും ഗർഭം കൊണ്ട് നിറഞ്ഞിരുന്ന അമ്മമാരാണ് 3-ൽ 2. പ്രവൃത്തിയാണ് വേണ്ടത്. വംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അടിയന്തരമായ പ്രവൃത്തി. ആദ്യം തന്നെ അവർ ഇനി ഒരു പുതിയ തീരുമാനമുണ്ടാകുന്നതുവരെ ആരും, പ്രത്യേകിച്ച് ഗർഭിണികൾ, കുളത്തിലെ ജലപരപ്പിന്റെ സംരക്ഷണം വിട്ട് ഇര തേടാൻ പോവരുതെന്ന് നിശ്ചയിച്ചു. പിന്നീട് അവർ തീരുമാനിച്ചത് വംശത്തിലെ അംഗങ്ങളെ, പെൺതവളകളെ ഒഴിച്ച് നറുക്കിട്ടെടുത്ത് ഒരു ദിവസം ഒരു തവള എന്ന കണക്കിൽ പൂച്ചയ്ക്ക് ബലി നൽകാനാണ്. വംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അടിയന്തരമായി പ്രവർത്തിക്കാൻ അവർ തയ്യാറെടുത്തു. അതായത് കൊന്ന തവളകളെ തിന്നിട്ടില്ലായിരുന്നത് പൂച്ചയ്ക്കും കുഞ്ഞുങ്ങൾക്കും തവള മാംസം ഇഷ്ടമില്ല എന്നാണ് കാണിച്ചത്. എങ്കിലും ഇതുവരെയുള്ള സംഭവങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവർ ഒരു പതിവായി തുടർച്ചയായോ ഇടവിട്ടോ കൊല നടത്തിക്കൊണ്ടേയിരുന്നേക്കാം. എങ്കിൽ സാവധാനം അവളും കുഞ്ഞുങ്ങളും തവളയിറച്ചിയിൽ ഒരു സ്വാദ് കണ്ടെത്തിയേക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതായിരുന്നു ആപത്ത്, ഏറ്റവും വലിയ ആപത്ത്. തങ്ങളുടെ തലമുറയിലെ ഏതെങ്കിലും ഗർഭിണി രക്ഷപ്പെട്ട് പ്രസവിച്ചാൽ തന്നെയും ആ പുതിയ തലമുറയും ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതാവുമെന്നത് വ്യക്തമായിരുന്നു.
ഒന്നേ പ്രതിയുടെ ഉണ്ടായിരുന്നുള്ളൂ: പൂച്ചയെയും കുഞ്ഞുങ്ങളെയും തവളയിറച്ചി അതിവേഗം അടുപ്പിക്കുക. ദിവസവും അവൾക്ക് തവളയിറച്ചി കാഴ്ചവെക്കുക. വംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും സുരക്ഷിതത്വ ബോധത്തോടെ ജീവിക്കാനും ഇര തേടാനുമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നതിനു വേണ്ടിയുമായി ഒരു അസാധാരണ നടപടി. വംശചരിത്രമാകെ തിരഞ്ഞിട്ടും ഒരു സമാന സംഭവം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നത് ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു അചഞ്ചലമായ ഐക്യമത്യത്തിൽ, വംശം എന്ന വാക്കിന്റെ ഏകാഗ്രതയിൽ അവർ തങ്ങളെടുത്ത തീരുമാനത്തെ തണുത്ത ഹൃദയങ്ങളോടെ സ്വീകരിച്ചു. ആരും ഭയപ്പെട്ടുമില്ല, ദുഃഖിച്ചതുമില്ല, സംശയിച്ചുമില്ല, ഒരംഗമൊഴിച്ച്. മരിച്ച 3 അംഗങ്ങൾ പൂച്ചക്കുട്ടികളുടെ കളിപ്പാട്ടങ്ങളായാണ് മരിച്ചത്, ഇരകളായിട്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഈ തവള തൻ്റെ വംശമെടുത്ത തീർപ്പിന്റെ ഫലരോഹിത്യമോർത്ത് ദുഃഖിച്ചു. കളിപ്പാട്ടങ്ങളാണ് തങ്ങൾ, ഇരകളല്ല എന്നറിഞ്ഞിരുന്നുവെങ്കിൽ പ്രത്യേകം പ്രവർത്തിക്കാനൊന്നുമില്ല എന്നത്, ദുഃഖിക്കാനൊന്നുമില്ല എന്ന് മനസ്സിലാക്കി എല്ലാം സ്വീകരിച്ച്, അതായത് എല്ലാം ഉപേക്ഷിച്ച് കാത്തിരിക്കുക മാത്രം ചെയ്യാമായിരുന്നു. പക്ഷേ പറയുന്നതും പറയാതിരിക്കുന്നതുമെല്ലാം ഒരു വലിയ നിഷ്ഫലതയുടെ ഭാഗമായി കാണപ്പെട്ടിരുന്നതിനാൽ ഈ തവള മൗനം അവലംബിച്ചു. താനും ഈ നിഷ്ഫലമായ നറുക്കെടുപ്പിനും നിരർത്ഥകമായ ബലിക്കും വിധേയനാണെന്നോർത്തുണ്ടായ ഭയത്തെയും വേദനയെയും രഹസ്യമാക്കി വെച്ചുകൊണ്ട് അത് വംശത്തിന്റെ അചഞ്ചലതയിലേക്ക് സ്വയം മായ്ച്ചുവെങ്കിലും അതിൻ്റെ മനസ്സിൽ തൻ്റെ വംശത്തെ പ്രതിയുള്ള നോവ് തുടർന്നു. ഇരകളെന്ന് സ്വയം തെറ്റിദ്ധരിച്ച് തൻ്റെ വംശം എല്ലാം നഷ്ടപ്പെടുത്തുന്നത് പൂർണ്ണ നിസ്സഹായത ബോധം തകരുന്ന എളിമയാർന്ന സമാധാനവും അധീനപ്പെടലിൻ്റെ സ്വസ്ഥതയും കീഴടങ്ങലിൻ്റെ പ്രശാന്തതയും ക്ഷമയുടെ പ്രകാശമാർന്ന കാത്തിരിപ്പുമെല്ലാം അന്ധന്മാരെ പോലെ വലിച്ചെറിയുന്നത്, തന്നെയും ഈ ക്രൂരമായ നഷ്ടപ്പെടലിൽ ഒരു പങ്കാളിയാക്കുന്നത് അത് വേദനയോടെ കണ്ടിരുന്നു. ഈ ബലി പരമ്പരയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് യുവത്വത്തിന്റെ സന്തുഷ്ടി പ്രാപിച്ചിട്ട് അധികമാവാത്ത ഈ തവള തന്നെയായിരുന്നു. തൻ്റെ തിരഞ്ഞെടുക്കലിനെ പറ്റി അത് വേദനയോടെ കേട്ടു. ഈ പൊള്ളയായ ബലി പരമ്പരയ്ക്ക് താനാണല്ലോ തുടക്കമിടേണ്ടത്. തൻ്റെ ഹ്രസ്വമായ ജീവിതം ഇത്തരമൊരു അർത്ഥശൂന്യതയിലാണല്ലോ അവസാനിക്കുന്നത് എന്നോർത്ത് അതൊരു തീക്ഷ്ണമായ ദുഃഖത്തിൽ കുടുങ്ങി. തൻ്റെ വിഫലമായ ബലി എത്രയും വേഗം അവസാനിക്കും. പൂച്ചയും കുഞ്ഞുങ്ങളും നേരത്തെ തന്നെ കളിപ്പാട്ടങ്ങൾ തേടി വരാതിരിക്കുകയില്ല എന്ന് ആശിച്ചുകൊണ്ട് അത് നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാത്തു. കുളത്തിലെ ഇരുണ്ട വെള്ളത്തിൽ വംശമൊന്നാകെ തങ്ങളുടെ ആദ്യത്തെ ബലിക്കു ചുറ്റും നിശബ്ദരായി നിന്നു. സമയമായപ്പോൾ ബലിത്തവള ജലപ്പരപ്പിലെ ഏകാഗ്രമായ സംഘത്തിൽ നിന്ന് അടരുന്ന ഒരില പോലെ അകന്നു. അതിൻ്റെ ഏകാന്ത രൂപം തൻ്റെ വംശത്തെ വിട്ടകന്ന് കരയ്ക്കു നേരെ സാവധാനം നീന്തിപ്പോയി. കുളത്തിൻ്റെ അലിയുന്ന ഓരങ്ങളിൽ മൃദുസ്പർശികളായ തിരകൾ മെല്ലെ ചുണ്ടമർത്തി. ബലിത്തവള കാത്തിരിപ്പ് ആരംഭിച്ചു. വീടിൻ്റെ പടവുകളിൽ നിന്ന് പുൽത്തകിടിയിലൂടെ ഒളിച്ചിരുന്ന കൊച്ചുപാതയിൽ അത് കാത്തിരുന്നു. വീട്ടിൽ ശബ്ദങ്ങൾ ശമിച്ചു. പാത്രങ്ങൾ നിശബ്ദമായി. വാതിലുകൾ അടഞ്ഞു. വിളക്കുകൾ ഓരോന്നോരോന്നായി അടഞ്ഞു. ബലി സ്വീകരിക്കാൻ ആരും വന്നില്ല. രാത്രിയുടെ മണിക്കൂറുകൾ ഓരോന്നൊന്നായി കഴിഞ്ഞുപോയി. പടവുകളിലൂടെ നിശബ്ദ പാദങ്ങൾ ഇറങ്ങി വന്നില്ല. പാതിരാവിനു ശേഷം ചന്ദ്രോദയവുമുണ്ടായി. പുൽത്തകിടിയിലെ മഞ്ഞുതുള്ളികളിലൂടെ നനവിൽ ചന്ദ്രിക മെല്ലെ തിളങ്ങി. ബലി കൈക്കൊള്ളാൻ ആരും എത്തിയില്ല. കുളത്തിലെ വെള്ളത്തിൽ വംശത്തിന്റെ അക്ഷമയുടെ ചലനങ്ങളുതിർത്ത ശബ്ദങ്ങളും തിരകളും ജലരേഖകളും കുമിളകളും ഇടവിട്ട് തെളിഞ്ഞു മാഞ്ഞു. ഇരുണ്ട രാത്രിക്ക് പകരം മങ്ങിത്തിളങ്ങുന്ന ഒരു രാത്രി ബലിസ്ഥലത്തു കാവൽ നിന്നു. ബലി അസ്പർശിതമായി തന്നെയായിരുന്നു. എന്തെന്നാൽ വീടിനുള്ളിൽ ആ രാത്രി ഒരു പിറന്നാൾ സദ്യയായിരുന്നു. പൂച്ചക്കുട്ടികൾ നിറഞ്ഞ വയറുകളുമായി മേശച്ചുവട്ടിൽ തന്നെ അമ്മയുടെ ഇളകുന്ന വാലിലെയും മറന്നു കിടന്നുറങ്ങുകയായിരുന്നു. പുൽത്തകിടിയിലെ കവാത്തുകളും തമാശകളും അവർ മറന്നുപോയിരുന്നു അലസ്യമാണ്ട ഉറക്കത്തിന്റെ ക്ഷണത്തിൽ. ബലിക്ക് നേരിട്ട താമസം ബലിത്തവളയെ ക്രൂരമായി പീഡിപ്പിച്ചു. എല്ലാം വേഗം അവസാനിക്കുമെന്ന അതിൻ്റെ ആശ തകർന്നു. ദൈവങ്ങൾ എത്താതിരുന്ന ഓരോ നിമിഷവും അതിൻ്റെ മനസ്സിൻ്റെ അടുക്കടുക്കായി മേൽ സൃഷ്ടിച്ച ഘനത്തിന് കീഴിൽ അതിൻ്റെ മനഃശാന്തിയിൽ വിള്ളലുകൾ വീണു. സമയം നീളവേ ബലിത്തറയുടെ ഏകാന്തതയിൽ അതിന് തന്നെ പറ്റിയല്ലാതെ വേറൊന്നിനെ പറ്റിയും ചിന്തിക്കാൻ വയ്യാതെയായി. താനുമായി കെട്ടുപിടഞ്ഞ് വീണ് സ്വാർത്ഥമായ ഭീതിയിലേക്കും ദുഃഖത്തിലേക്കും വഴുതി പോകുന്ന ധൂർത്ത നിമിഷങ്ങളെ അത് ഭയന്നിരുന്നത് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായി. ചന്ദ്രോദയം കഴിഞ്ഞതോടെ അതിൻ്റെ കാത്തിരിപ്പ് നിലാവിന് കീഴിൽ നഗ്നവും പരസ്യവുമായ ഒരു പ്രവൃത്തിയായി തീർന്നത് അതിൻ്റെ സമാധാനമില്ലായ്മയെ ഇരട്ടിപ്പിച്ചു.
അത് തന്നോട് തന്നെയായി പറഞ്ഞു തുടങ്ങി. ഇരുട്ടിന്റെ തണൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ കുളത്തിൽ നിന്ന് അവർ എന്നെ നോക്കുന്നുണ്ടാവണം. അവരെന്നെ നോക്കാതിരുന്നെങ്കിൽ മരണത്തിന്റെ ഈ സ്വകാര്യ നിമിഷങ്ങളിലും നയനങ്ങളുടെ സ്പർശത്തിന്റെ മടുപ്പില്ലാതെ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ, അവരുടെ ജിജ്ഞാസയിൽ മരവിച്ച കണ്ണുകളുടെ കൂട്ടില്ലാതെ എൻ്റെ ഈ ബലി നിറവേറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആർക്കറിയാം, ഒരു പക്ഷേ അവർ കാത്തിരുന്ന മടുത്ത് അക്ഷമം പൂണ്ട കണ്ണുകൾ അടച്ചിട്ടുണ്ടാവും. എങ്കിൽ എനിക്ക് സന്തോഷമായി. എനിക്ക് വേണ്ടി ദുഃഖിക്കുന്നവർ ആരെങ്കിലും അവരിൽ ഉണ്ടാവുമോ? വേണ്ട. ഈ നിമിഷങ്ങളെങ്കിലും മിഥ്യാബോധങ്ങൾ പാടില്ല. ചന്ദ്രന്റെ ശമിക്കാത്ത തണുത്ത തിളക്കത്തെ ഒരു മേഘം മായ്ച്ചിരുന്നെങ്കിൽ, ഇരുട്ടിൽ എനിക്ക് ഓടി ഒളിക്കാനല്ല, ആ പ്രധാന നിമിഷങ്ങളിൽ മറ്റാരുടെയും കണ്ണുകൾ കാണാതെ കരയാനോ ചിരിക്കാനോ ഭയർന്നു വിറയ്ക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നേടാനാണ്. എൻ്റെ ബലിദൈവങ്ങളെ, നിങ്ങൾ എവിടെയാണ്? എന്നെ സ്വീകരിക്കൂ. എൻ്റെ വംശം ഈ നിമിഷങ്ങളെങ്കിലും എന്നെ സ്വതന്ത്രനാക്കാത്തതെന്ത്? എൻ്റെ ശരീരം കൂർത്ത നഖങ്ങൾക്കു കീഴിൽ ഛിന്ന ഭിന്നമാവുന്നത്, മൂർച്ചയേറിയ പല്ലുകളിൽ കഷ്ണങ്ങളായി തൂങ്ങുന്നത് ആരും കാണേണ്ട. എൻ്റെ നിലവിളികൾ ആരും കേൾക്കരുത്. ഒരു പക്ഷേ പൂച്ചക്കുട്ടികൾ എന്നെ കുറേ സമയം നഖങ്ങൾ കൊണ്ട് തോണ്ടിയും ഇളക്കിയും പീഡിപ്പിച്ച് രസിച്ചേക്കാം. എൻ്റെ ആ ദയനീയത, അപഹാസ്യമായ വേദന മറ്റാരും കാണേണ്ട. അവർ പ്രതീക്ഷിക്കും പോലെ ഞാൻ പാതി മരിച്ച് അംഗങ്ങൾ മുറിഞ്ഞ് ഈ പുൽത്തകിടിയിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ വികൃത രൂപത്തിൻ്റെ അന്തിമ വിറകൾ, രോദനങ്ങൾ ഒരു കണ്ണും ഒരു ചെവിയും അറിയേണ്ട. ഈ ഇരുട്ടും ഈ നിലാവും അറിഞ്ഞാൽ മതി. എൻ്റെ മരണം എൻ്റേതാണ്. പൂച്ചക്കുട്ടികൾ വളയങ്ങളെപ്പോലെ അമ്മയുടെ ശരീരത്തിന് ചുറ്റും പറ്റിപ്പിടിച്ചു കിടന്ന് ഗാഠമായി ഉറങ്ങി. സ്വപ്നങ്ങളുടെ നാട്ടിലൂടെ അവർ ഉയർത്തിയ വാലുകളുമായി തുള്ളിച്ചാടി. കുളത്തിലെ കണ്ണുകൾക്ക് ക്ഷമയച്ചു. കഴിഞ്ഞു പോകുന്ന രാത്രിയോടൊപ്പം ചന്ദ്രൻ കൂടുതൽ പ്രകാശമാനമായി. പാതിരാ പിറകെ ജനിച്ച നക്ഷത്രങ്ങൾ തിളങ്ങിയെരിഞ്ഞു. വരാൻ പോകുന്ന പ്രഭാതത്തിന്റെ പരാഗങ്ങളുമായി ചില കാറ്റുകൾ മരത്തലപ്പുകളെ ഇളക്കി. ബലിത്തവളയിൽ നിന്ന് ഒരു രോദനമുയർന്നു. അത് തനിക്കിനി തിരിച്ചു പോവാനാവാത്ത കുളത്തിനും തന്നെ സ്വീകരിക്കാത്ത ഉറങ്ങുന്ന ദൈവങ്ങൾക്കുമിടയിൽ ചന്ദ്രികയിൽ ഒരു പുഴുവിനെ പോലെ ചുറ്റിത്തിരിഞ്ഞു. എന്നിട്ട് തന്നിലേക്ക് ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് സാവധാനം ദൈവങ്ങൾ ഉറങ്ങുന്ന വീടിനു നേരെ പുറപ്പെട്ടു. അതിൻ്റെ നിലവിളികൾ വീട്ടിൻ്റെ ഇരുണ്ട രൂപത്തിനുമേൽ അനാഥമായി പ്രതിധ്വനിച്ചു. കുളത്തിൽ വംശത്തിൻ്റെ അക്ഷമ പൂണ്ട അസ്വസ്ഥത ചെറുതിറകളിലേറി ഓരങ്ങളിൽ ചെന്നടിച്ച് മണ്ണോട് ചേർന്നു. നന്ദി.